തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതൽ അടുക്കാൻ UDF. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന UDF നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ ഇഫ്താർ സംഗമത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, K മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തത്. നേരത്തെ കോഴിക്കോട് നടന്ന ഇഫ്താർ സംഗമത്തിൽ ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ഇഫ്താർ സംഗമത്തിന്റെ മറവിൽ പൊതുസമൂഹവുമായി കൂടുതൽ ഇടപഴകാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. അതിനായി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനുള്ള പ്രവർത്തനവും ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയോട് കൂടുതൽ അടുക്കാൻ അവരുടെ ഈ ശ്രമങ്ങളെ UDF ഉപയോഗിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമങ്ങളിൽ മുതിർന്ന UDF നേതാക്കളാണ് പങ്കെടുക്കുന്നത്. കോഴിക്കോട് വെച്ച് നടന്ന ഇഫ്താറിൽ സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതിന്റെ പേരിൽ സമസ്ത പ്രവർത്തകരാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ലീഗ് നേതൃത്വം വിമർശിക്കപ്പെട്ടു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തത് എന്നാണ് വിലയിരുത്തൽ. VD സതീശനൊപ്പം K മുരളീധരൻ, MM ഹസൻ, CP ജോൺ, ചാണ്ടിയുമ്മൻ, പാലോട് രവി, നജീബ് കാന്തപുരം തുടങ്ങിയ UDFന്റെ നേതൃനിര തന്നെ പരിപാടിയിൽ പങ്കാളികളായി. മതമാനദണ്ഡങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇരുവിഭാഗം സമസ്തയുടെയും വിമർശനം നിലനിൽക്കെയാണ് UDF നേതാക്കൾ അവരുമായി വേദി പങ്കിടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജനം, കോഴിക്കോട്.